ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റൂപ്പിഡ്ലി ഓണസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സുരറി പോട്ടറിൻ്റെ കുറച്ച് എന്താ പറയുന്നത് പ്രോമോ ഡയലോഗ്സിൻ്റെ കുറച്ച് സ്നിപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് ഒരു റിവ്യൂ എന്ന് പറയുന്നതിലും ഐ ഡോണ്ട് ലൈക്ക് സീയിങ് ഇറ്റ് ആസ് റിവ്യൂ. എനിക്ക് എൻ്റെ ഒരു ഇമോഷൻ ആഫ്റ്റർ വാച്ചിങ് സുരാരി പോർട്ടറിൽ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് ബിഫോർ ദാറ്റ് വൺ ഓഫ് ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ചാനലും ചെയ്യുന്നത് ഞാനും അനിലും കൂടിയാണ്. നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അനിൽ മൂവി കണ്ട ഉടനെ അതിൻ്റെ റിവ്യൂ ഇട്ടായിരുന്നു, വിച്ച് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. ആസ് എൻ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു എന്താ പറയുന്നത് റിവ്യൂ വീഡിയോ പോലെ അല്ല. യെസ്, ദെൻ എ വെരി ഗുഡ് ജോബ്. ആസ് എൻ എന്താ പറയുക മൂവിയുടെ എസൻസ് നശിപ്പിക്കാതെ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോ യു ഗൈസ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്സ് ഫോർ ഹിസ് വണ്ടർഫുൾ ഇൻപുട്സ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു വാച്ച് ഓൾ ദ promo dialogues and then I would like to share my thoughts about the movie because I totally enjoyed watching the movie and I was like going gaga about the movie. The whole, I mean, movie kanda and I was like on social media, wherever like I could, I was even texting my friends and asking them to watch Surari Potter this instance. So I'm a huge fan of that particular movie. As in korre naale shesham we got a very 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 appealing and very good movie, and especially from Surya sir. That's like an entire cast of the movie, man. Wow. I don't have words. സോ നമ്മൾ ആദ്യം നമുക്ക് എൻ്റെ പ്രൊമോ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി മൂവീനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു വാച്ച് ദ ഫസ്റ്റ് പ്രൊമോ വീഡിയോ വിച്ച് വാസ് റിലീസ്ഡ് എ വീക്ക് അഗോ. സോ ദിസ് വാസ് എ ലാൻഡിങ് പ്രൊമോ, ഐ ഗെസ് ദ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. ഐ മീൻ യാ, நீ பண்ணணும்னு நினைக்கிறது விட ஒரு சோல்ஜர் அவனை நம்பி வந்தவங்களை திரும்பி உயிரோட கூட்டிட்டு வந்து சேர்க்கணும். நீ இதுக்கு பண்ண மாதிரி யூ ஆர் எ லீடர் டுடே. അയ്യോ ഇതൊക്കെ ലൈക്ക് ഗൂസ് ബംസ് തന്ന മൊമെന്റ് ആണ്. ആസ് വി നോ, as in e particular scene, if you have watched the movie, this is like a dialogue between his senior officer in Air Force, and they have a give and take dialogue like what you're going to do is നിങ്ങൾ ചെയ്യാൻ പോകുന്നത് is more than your ego, അല്ലെങ്കിൽ എൻ്റെ ഈഗോനും നിൻ്റെ ഈഗോനെക്കാട്ടിയും വലിയൊരു കാര്യമാണ് നീ ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഓൾവേസ് ദെയർ ഫോർ യു എന്നുള്ളൊരു ഇത് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ വെരി ഇമോഷണൽ വെരി heartwarming kind of dialogue and scenario, and if you have watched it you will understand it how beautiful that moment is nallathu. As in ee movie la ottari athepolte moments undu where you feel so glad that you watched the movie, allengi you feel like oh my god how touching, allengi you'll cry when that character is crying, you'll laugh when that character is laughing ennulla sanana. And it's like നമ്മൾ ആ മൂവി കാണുമ്പോഴത്തേനും നമ്മളങ്ങ് എന്താ പറയുന്നത് ആ മൂവിയിലോട്ട് അത്രയും ഇൻവോൾവ് ആയിട്ടായിരിക്കും കാണുന്നത്. അത്രയ്ക്കും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് സുരാരി പോട്ടർ, ആൻഡ് ദ കാസ്റ്റ് ഹാസ് ഡൺ എ ബ്രില്യൻ ജോബ് ആൻഡ് ഓൾസോ ദ ക്രൂ. അയ്യോ GVPയുടെ മ്യൂസിക്കിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ആ ഫോക്ക് ലോഡ് ആൻഡ് ആ മധുരൈ ഇതൊക്കെ ഏറ്റവും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ പാട്ടുകളിൽ കൊണ്ടുവന്നത്. ആൻഡ് ഇതിൽ എടുത്ത് പറയാനുള്ള മോഹൻ ബാബു സാറിൻ്റെ ഒരു extended cameo version ആണ്. We know him as the Telugu actor and he's done a superb job. I don't have to say anything about his acting skills because we all know how good an actor is as a national award winning actor ആണ്. അപ്പം yeah, so നമുക്ക് അടുത്ത പ്രൊമോ കാണാം. Let's see that. எல்லாரையும் தெரிஞ்சிருப்பியா நீ? மத்த ஏர்லைன் பண்ற மாதிரி நம்மளோட பிரைஸ் 70% ஃபுல் பண்ணாலே வரவு 12.42 கோடி. தம்பி டீ காசு 70 ரூபாய் அதே இருக்குப்பா. ஏனப்பா நீ பணமழையா கொட்ட போது இப்போது எப்படி ரூபாய் நொட்டு மாட்டு போயா? வந்தா வட்டி முதலா வந்து பைய சப்பல இங்க இருக்குடாவா.
സി ഞാൻ ഈ പാട്ട് റിയാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട് കാണിക്കുന്ന ഒരു സ്പെഷ്യൽ സോങ് ആണ് അതെന്ന്. അതേപോലെ തന്നെ മൂവിയിൽ അത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ പ്രൊമോയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വൈഫിനോട് ലൈക്ക് 15,000 രൂപ കടം തരുമെന്ന് ചോദിക്കുന്ന ആ ഒരു അവയാണ് ആ സീനൊക്കെ കാണണം മനുഷ്യരെ. നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗോ വാച്ച് ദ മൂവി. I don't want to spoil it for you, but please go watch the movie. It's so good a movie. നമുക്ക് അടുത്ത പ്രൊമോ കാണാം. This is like the third promo. This again is a dialogue promo. നെടുമാറൻ രാജാങ്കം പേർ കേട്ടിരിക്കുക. ஏர் ஓட்டுறவங்க ஏரோப்ளேன்ல போவோம். സൂര്യസാന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്, അതിന് ഒരു ഡൗട്ടും ഇല്ല. I wouldn't think twice to say that. I wouldn't. Okay, we are going to watch the fourth one. அவனோட பிளேனிங்க லேண்ட் பண்ண கூடாது. டேய் வாடா, நீ அப்பா சொன்னா நீ ஃளைட் ஏர்க்கடா, நான் பாத்துக்கறேன். തെറിയൊക്കെ വിളിച്ചിട്ട് ആ ക്രാഷ് ലാൻഡിംഗ് ഒക്കെ அதுக்கே இப்படி அதுக்கு மேல யோசிக்க வச்சிடாத. ഈ ഡയലോഗ് ഒക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. ലൈക്ക് ഒരു വില്ലനാണ് പറയുന്നെങ്കിൽ പോലും എന്തൊരു പവർഫുൾ ഡയലോഗായിരുന്നു എന്നറിയുമ്പോൾ. ലൈക്ക് ഇത് കാണുമ്പോഴത്തേക്കും വി ഫീൽ ഓൾ ദ ക്യാരക്ടേഴ്സ് ആസ് എൻ ഈ നമ്മുടെ വില്ലനായിട്ട് പരേഷ് റാവൽ ഉണ്ടെങ്കിൽ പോലും ഹിസ് നെയിം അഗൈൻ ഇസ് പരേഷ് ഇൻ ദിസ് പെർട്ടിക്കുലർ മൂവി, പരേഷ് ഗോസ്വാമി ഐ ഗെസ്. അപ്പോൾ അയ്യോ ആ പുള്ളിക്കാരുടെ ഇമോഷന് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. ലൈക്ക് ഹിസ് ഈഗോ, ഹിസ് സ്റ്റഫ് ആൻഡ് ഓൾ ദാറ്റ്. ഓ മൈ ഗോഡ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഇറ്റ്. അപ്പോൾ നമ്മൾ 4 പ്രൊമോയും കണ്ടായിരുന്നു. ദീസ് 4 പ്രൊമോസ് ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് 4 തന്നെ കണ്ടത്. എനിക്ക് മൂവിനെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, എവിടെ തുടങ്ങണമെന്നറിയില്ല ആക്ച്വലി, അതാണ് പ്രശ്നം. ദ ഹോൾ കാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ കാസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഐ വുഡൻറ്റ് സ്റ്റാർട്ട് വിത്ത് സൂര്യ സർ. ഐ വുഡ് സ്റ്റാർട്ട് വിത്ത് ഐ ഡോണ്ട് നോ, ഈ ബൊമ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അപർണയുടെ ഒരു മാമ ആയിട്ടൊരു ആൾ വരുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹിസ് നെയിം, ബട്ട് ഹി ഹാസ് ഡൺ എ ലോട്ട് ഓഫ് മൂവീസ്. സോ പുള്ളിക്കാരൻ ആൻഡ് സൂര്യയുടെ ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടൊരു പുള്ളിക്കാരനുണ്ട്, ഹിം. പിന്നെ ആ നാട്ടിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും, അയ്യോ കുഞ്ഞു കുഞ്ഞു ചെറിയ ക്യാമിയോ റോൾ ചെയ്ത ആൾക്കാർ പോലും ഹൗ ലൈവ്ലി ദേ വെയർ എന്നുള്ളതാണ്. ദ ഹോൾ സീൻ സെറ്റപ്പ് എവറിത്തിങ് മാൻ. ഉർവശി മാമിനെ ഒന്നും അയ്യോ പൂവിട്ട് പൂജിക്കാനൊക്കെ തോന്നി പുള്ളിക്കാരിയുടെ ആക്ടിങ്ങിലേക്ക്. ഇത്രയും നാളിന് ശേഷം പുള്ളിക്കാരിനെ ഐ മീൻ ഷീ വാസ് ഡൂയിങ് ദ സെയിം കുറേ നാളായിട്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര എവിടാനായിട്ട് എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെയൊക്കെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് വന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര വർക്ക് ലോഡും കാര്യങ്ങളായിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ എൻ്റെ പണി ചെയ്യാതെ ഇരുന്ന് രാത്രി 2-2:30 വരെ ഇരുന്ന് കണ്ട മൂവിയാണ്. ബിക്കോസ് ഐ വോണ്ടഡ് ടു വാച്ച് ഇറ്റ് എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പണിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഞാനിത് കണ്ടത്. എന്നിട്ട് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പണിയൊക്കെ ചെയ്ത് തീർത്തു, അതുവരെ കാര്യം. അപ്പോൾ I don't know what to say. You please go watch it and watch it in the correct sources. നമുക്കിപ്പോൾ കുറേ മീമൊക്കെ ഇറങ്ങിയില്ലേ, ആസ് ഇൻ നമ്പർ ഓഫ് ആമസോൺ സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടിലും ആൾക്കാർ മൂവി കണ്ടിട്ടുണ്ട് എന്നാണ്. ബിക്കോസ് എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എത്ര ഫ്രണ്ട്സ് എൻ്റെ ആമസോൺ അക്കൗണ്ട് വാങ്ങിച്ചിട്ട് കണ്ടെന്നറിയാമോ. ലൈക്ക് ദാറ്റ് ഇസ് ഹൗ. ലൈക്ക് നമുക്ക് ഒരു വഴിയില്ലെങ്കിലും ജസ്റ്റ് പൈറേറ്റഡ് കാണുന്നതിനെക്കാട്ടി എന്ത് നല്ലതാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അക്കൗണ്ട് വാങ്ങിച്ചിട്ട്. ആരെങ്കിലും ഫ്രണ്ട്സ് ആരുടെയെങ്കിലുമൊക്കെ അക്കൗണ്ട് കാണില്ലേ. അറ്റ്ലീസ്റ്റ് ഐ ഗെസ് എത്രയോ 100 something രൂപ കൊടുത്താൽ നമുക്ക് ഫോണിലും ആമസോൺ ഒരാൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. നമ്മൾ എന്തൊക്കെ കാശ് എങ്ങനെയൊക്കെ കളയുന്നു. പ്ലീസ് ഒരു 100 രൂപ ടിക്കറ്റിന് കൊടുക്കുന്ന
ലാഘവത്തോടെ തന്നെ നമുക്ക് ഈ ഒരു മന്തിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് 100 സംതിങ് രൂപയ്ക്ക് ആമസോൺ സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഫോണിൽ വി ക്യാൻ വാച്ച് ദ വീഡിയോ, വാച്ച് ദ മൂവി. സോ പ്ലീസ് ഗോ വാച്ച് ദ മൂവി. ഇറ്റ്സ് സച്ച് എ ബ്രില്യൻ മൂവി. കുറേ നാളിന് ശേഷം ക്രസ്റ്റുള്ള ഒരു എസൻസ് ഉള്ള ആൻഡ് ദ ഹോൾ നമുക്ക് ചിരിക്കാനും കരയാനും വിഷമിക്കാനും സന്തോഷിക്കാനും സർപ്രൈസ്ഡ് ആവാനും ദേഷ്യം വരാനും എല്ലാ ഇമോഷൻസിൽ കൂടെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മൂവിയാണ്. ബിക്കോസ് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി. കുറേ ഫിക്ഷൻ ചേർത്തിട്ടുണ്ട്, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ട്രൂ ഇവൻറ്റ്സ് കാരണം ഉണ്ടായ സ്റ്റോറി ആയതുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യിക്കും. നമ്മുടെ ഒരു എന്താ മാനസികമായി നമ്മളെ തളർത്തും വളർത്തും എന്നൊക്കെ പറയുന്ന പോലെയാണ്. ആൻഡ് ഗോപിനാഥ് സാർ എന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സച്ച് എ ബ്രില്യൻലി മെയ്ഡ് എ മൂവി. ആൻഡ് ബൊമ്മിയുടെ ക്യാരക്ടർ ചെയ്ത അപ്പറിനെ എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തായിരുന്നു. സൂര്യ സാറിനെ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. സച്ച് എ ഗുഡ് ആക്ടർ, ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം സൂര്യ സർ, ഉർവശി മാം and all the cast and crew. Oh my god, brilliant work by Sudha Kongre. Like she has done a very brilliant job. Like first movie aayalum with e movie aayalum, it's not like Pulikari was there in the industry for such a long time and she has done this very truthfully nulla sanana, and it deserves your appreciation. So please go and watch the movie, please, if you haven't. So that was it. That was my reaction for this particular movie, Surari Potru. Go watch it on Amazon Prime. You'll not regret watching it. So go watch it. Though you're not a fan of Surya, if you are a fan of him, if you're a fan of good movies, go watch it. So that's it. That's from my side. Hope you all liked it. Another video reaction. Bye bye.